നമുക്ക് സെറ്റർ മീറ്റിങ്ങിന് പോയാലോ? അപ്പോൾ ആ വിശേഷമാണ് നമ്മുടെ ഇന്നത്തെ ഒരു കുട്ടി വ്ളോഗിൽ ഉൾപ്പെടുത്താൻ വേണ്ടി പോകുന്നത്. രാവിലെ പിന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന നേരത്ത് വലിയ മഴയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ കോട്ടിട്ടുണ്ടല്ലോ, കോട്ടിടാണ്ട് പോകാമെന്നൊക്കെ വിചാരിച്ചുകൊണ്ട് ഞാൻ ബാഗ് ഇട്ട് പുറത്തിറങ്ങി കുറച്ചും കഴിഞ്ഞപ്പോൾ നോക്കിയപ്പോഴാണ് നല്ല മഴക്കാറങ്ങ് വയ്ക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നോക്കിയപ്പോൾ അതേ മഴയും പെയ്ത് തുടങ്ങുന്നുണ്ട്. ഇനിയിപ്പോൾ കോട്ടിട്ടുകൊണ്ട് പോയില്ലെങ്കിൽ എന്തായാലും പണി പാളും. പോണ സമയത്ത് നല്ല ശക്തമായിട്ട് മഴ പെയ്ത് കഴിഞ്ഞാൽ പിന്നെ നനഞ്ഞിരിക്കേണ്ടി വരും. പിന്നെ വേറെ ഒന്നും നോക്കിയില്ല, കോട്ടം കിട്ടിയിട്ട് പോകാമെന്ന് വിചാരിച്ചു. വീട്ടിൽ കൂടെ പോയില്ല, മൊത്തം നനഞ്ഞ് ചീച്ചിരിക്കാൻ വേണ്ടി പറ്റത്തില്ല. അങ്ങനെ കോട്ടം കിട്ടി കഴിഞ്ഞു. അപ്പം നമുക്ക് നേരെ വണ്ടി പുറത്തേക്ക് ഇറക്കാം. ഇനി നമുക്ക് നേരെ പോവാട്ടോ. പതിരെയാണ് സമയം പറഞ്ഞേക്കുന്നത്. അപ്പോൾ ആ ഒരു സമയമൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് അവിടെ എത്തണം. സെക്ടർ മീറ്റിംഗ് നടത്തുന്നത് ഏതെങ്കിലും ഒരു അംഗനവാടിയിൽ വെച്ചാണ് കേട്ടോ. എല്ലാ മാസവും ഏതെങ്കിലും ഒരു അംഗനവാടിയിൽ വെച്ചിട്ടായിരിക്കും നമ്മൾ സെക്ടർ മീറ്റിംഗ് നടത്തുക. നമ്മുടെ മീറ്റിംഗ് കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. മാസം അവസാനമായി. അപ്പോൾ നമ്മൾ കണക്കും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കുന്നത് ഈ ദിവസമാണ് കേട്ടോ. അപ്പോൾ കുറേ പേര് കണക്ക് എഴുതാൻ വേണ്ടി ഇരിക്കുന്നുണ്ട്. അപ്പോൾ സാറ് നമ്മുടെ അവിടെ ഇരിക്കുന്നുണ്ട്. അതാണ് കേട്ടോ നമ്മുടെ സൂപ്പർവൈസർ സാറ്. ഒരു 11 മണിയൊക്കെ ആയപ്പോൾ നേരെ ചായ പിടിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി കേട്ടോ. അപ്പോൾ നമുക്ക് ചായ ഉണ്ടായിരുന്നു. ചായ മാത്രമല്ല കേട്ടോ, കടിയും ഉണ്ടായിരുന്നു, പരിപ്പോഴി ഉണ്ടായിരുന്നു. നമ്മൾ ചായയൊക്കെ കുടിച്ചുകൊണ്ട് അവിടെ ഇരിക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഓരോ സെക്ഷൻ തിരിഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ കുറച്ച് പേര് കണക്കൊക്കെ എഴുതാൻ വേണ്ടി ഇരിക്കുന്നത്. അപ്പോൾ ഈ ഒരു മാസത്തെ കണക്ക് നമ്മൾ കൊടുക്കും. അപ്പോൾ അതൊക്കെ എഴുതാൻ വേണ്ടി കുറച്ച് പേര് ഇരിക്കുന്നുണ്ട്. കുറച്ച് പേര് MBR കണക്ക് സ്റ്റോക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നു. ഓരോ സെക്ഷൻ തിരിഞ്ഞിട്ടൊക്കെയാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ടീച്ചർമാരെല്ലാവരും ഇരിക്കുന്നുണ്ട്. ഇന്ന് ഇങ്ങോട്ടൊക്കെ ഭയങ്കര മഴ എന്ന് വെച്ചാൽ ഭയങ്കര മഴയായിരുന്നു. ഇപ്പോൾ ഏകദേശം ഒരു 12 മണി ടൈമൊക്കെ ആയിട്ടുണ്ട്. നല്ല മഴയായിരുന്നു കേട്ടോ. അപ്പോൾ ഈ അങ്കവാടി തൊട്ട് ബാക്കിൽ വലിയൊരു പാടാണ്. പക്ഷെ നന്നായിട്ട് മഴ വീണ സമയത്തൊക്കെ നല്ലപോലെ വെള്ളം ഉണ്ടാവും കേട്ടോ. അപ്പോൾ അങ്കവാടി ബാക്കിലായിട്ട് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ വേണ്ടി പറ്റും. അത്യാവശ്യം നല്ല ശക്തിയിലാണ് വെള്ളം പോകുന്നത്. അത് നേരെ പാടത്തേക്കാണ് പോകുന്നത്. കുറച്ച് നേരം അതൊക്കെ പോയി നോക്കിക്കൊണ്ടിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ നേരെ ഇങ്ങോട്ട് വന്നു കേട്ടോ. ഇന്നലെ കണക്ക് എഴുതലിൻ്റെ തിരക്കിലാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഈ മാസത്തെ മീറ്റിങ്ങിൽ കുറച്ച് പേര് കണക്ക് എഴുതാൻ വേണ്ടിയിരിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നത്തെ മാസം അടുത്ത കുറച്ച് ആൾക്കാർ കണക്ക് എഴുതാൻ വേണ്ടിയിരിക്കും. അങ്ങനെയാണ് കേട്ടോ. ഇതാണ് നമ്മുടെ സാറ്. ഞാൻ ആദ്യം പറഞ്ഞാണ് സൂപ്പർവൈസർ നൈനി സാർ ഇതാണ്. അപ്പോൾ ഓരോരുത്തർ വിളിക്കും കേട്ടോ. അപ്പോൾ അതനുസരിച്ച് നമ്മുടെ MBR കണക്കും കാര്യങ്ങളെല്ലാം സാറിന് പറഞ്ഞു കൊടുക്കുന്നു. അപ്പോൾ ഇപ്പോൾ എന്നെയാട്ടോ വിളിച്ചത്. അപ്പോൾ ഞാൻ എൻ്റെ കണക്ക് പറഞ്ഞു കൊടുത്തു. എന്നിട്ട് പിന്നെ അടുത്ത സെഷൻ ഓരോരുത്തർ ഇങ്ങനെ പോകും കേട്ടോ. ഒരു നമ്പർ വൈസാണ് സാറ് വിളിക്കുന്നത്. അപ്പോൾ നിങ്ങൾ കഴിക്കുന്ന മീറ്റിംഗ് ആയിട്ട് എല്ലാവരും അവിടെ ഇവിടെയൊക്കെ ഇരിക്കുന്നതെന്ന് വിചാരിക്കും. അപ്പോൾ അങ്ങനെയാണ് ഇരിക്കുന്നത്. കുറച്ചൊരു കണക്ക് ചെയ്താൻ വേണ്ടി ഇരിക്കുന്നുണ്ട്. കുറച്ചൊരു വൗച്ചർ വെക്കണതിൻ്റെ തിരക്കിലാണ്. അപ്പോൾ സാറ് വിളിക്കുമ്പോൾ ഓരോരുത്തർ ചെന്നിട്ട് ഈ മാസത്തെ കണക്കും കാര്യങ്ങളൊക്കെ സാറിന് പറഞ്ഞു കൊടുക്കണം. അപ്പോൾ ഞങ്ങളുടെ കഴിഞ്ഞപ്പോൾ അടുത്ത സെഷൻ ഞങ്ങൾ വിളിക്കും കേട്ടോ. അപ്പോൾ ഞങ്ങളത് പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. മീറ്റിംഗ് ഒരു ദിവസം ഫുൾ ഡേ ഉണ്ടായിരുന്നു കേട്ടോ. രാവിലെ 9:30 തുടങ്ങി കഴിഞ്ഞാൽ 4:30-5 മണി വരെ ഉണ്ടാവും. ഇന്നലെ മീറ്റിംഗ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ നേരെ എൻ്റെ വീട്ടിലോട്ടാണ് കേട്ടോ ഇനി ഞാൻ പോയത്. അപ്പോൾ ഇത് മീറ്റിംഗ് ആയതുകൊണ്ട് ഇച്ചിക്കൂട്ട് നേരെ അമ്മയുടെ അടുത്തേക്കാണ് പോയത്. എൻ്റെ വീട്ടിലോട്ടാണ്. അമ്മയുടെ പപ്പും പൂടെയൊക്കെ പറിച്ചു എന്ന് തോന്നണേ. ഞാൻ ഇവിടെ വരെ ഭയങ്കര ഇഷ്ടമാണ്. അവൻ്റെ ചുറ്റുപാടും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അവന് ഭയങ്കര ഇഷ്ടമാണ് അവിടെ ഒന്ന് കളിക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ കുട്ടി വെടി എത്ര ഉള്ളൂ. അപ്പോൾ എന്തായാലും നെക്സ്റ്റ്